ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു കോഴിക്കോടൻ സ്റ്റൈൽ മീൻ കറിയാണ്. നല്ല ടേസ്റ്റും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മീൻ കറിയാണിത്. ഇതിൽ പെപ്പറിൻ്റെ ഫ്ലേവറാണ് പൊങ്ങി നിൽക്കുന്നത്. ഇതിൽ തേങ്ങ അരച്ചതും തേങ്ങാപ്പാലും ഒന്നും ചേർക്കുന്നില്ല. ഈ മീൻ കറി ഉണ്ടാക്കിയതിന് ശേഷം 1-2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാലേ വിളമ്പാവൂ, എന്നാലേ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. വളരെ ടേസ്റ്റിയാണ്, ഒരു ഡിഫറൻസും ഉണ്ട്. എപ്പോഴും ഒരേപോലത്തെ മീൻ കറി ഉണ്ടാക്കി മടുത്തെങ്കിൽ ഈ മീൻ കറി ഒന്ന് ട്രൈ ചെയ്യൂ, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നെയ്മീൻ അല്ലെങ്കിൽ ഐക്കൂറ, ഒരു 4 വലിയ പീസ്. ഇതൊന്ന് ചെറുതായിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം കഴുകി വെള്ളം കളയണം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സ്ലൈമി ടെക്സ്ചറും ഒക്കെ പോയി കിട്ടും. എന്തെങ്കിലും ഫിഷിൻ്റെ മണം ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. ഇത് വെയിറ്റ് നോക്കിയപ്പോൾ 600-650 ഗ്രാമിൻ്റെ ഇടയിലുണ്ട്. അത്രയും മീൻ വേണം. പലതരം മീൻ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പക്ഷേ ഈ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നെയ്മീൻ തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ വിനെഗർ, പിന്നെ ഉപ്പ് പാകത്തിന്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി ഇതിൽ റബ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പെപ്പറിൻ്റെ ഫ്ലേവറാണ് ഇവിടെ പൊങ്ങി നിൽക്കുന്നത്. ഇതിൻ്റെ കളറും ഇതുപോലത്തെ ഒരു ഡാർക്ക് കളറായിരിക്കും, റെഡ് കളറായിരിക്കില്ല നമ്മൾ പരട്ടി വെക്കുമ്പോൾ. അരമണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. അതിന് വേണ്ടി ഇവിടെ വെളിച്ചെണ്ണ ഫ്രൈങ് പാനിൽ ഒഴിച്ചിട്ടുണ്ട്. ഷാലോ ഫ്രൈ ചെയ്യാനുള്ള അത്രയും എണ്ണ ചൂടായതിന് ശേഷം അത് 2 ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ നേരം ഫ്രൈ ചെയ്യേണ്ട, 2 സൈഡും ഒന്ന് ഗോൾഡൻ ഒരു ബ്രൗൺ കളറ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അല്ലാണ്ട് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന അത്രയും വേണ്ട. എന്നാലും ഇത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഈ കറിയിൽ ചേർക്കുന്നത്. അപ്പോൾ ഈ ഫിഷ് പീസസ് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനു വേണ്ടി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത എണ്ണ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഒരു സ്ട്രെയിനറിൽ കൂടി ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു വലിയ നുള്ള് ഉലുവ ചേർക്കണം. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ 1 കപ്പ് ഉള്ളി. ചുവന്നുള്ളി മാത്രം ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇവിടെ ഞാൻ പകുതി സവാളയും പകുതി ചുവന്നുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പച്ചമുളക് സ്ലൈസ് ചെയ്തത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, രണ്ടും കൂടി ചേർത്ത് ഈ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്നും കൂടി വഴറ്റണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞു. ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, വലിയ ജീരകമാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികൾ ചേർത്ത് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഫിഷ് കറി മസാലപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് ചേർത്താൽ നല്ലതാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ മസാലപ്പൊടികളൊന്ന് മൂത്ത് നല്ലൊരു മണം വരണം. ശകലം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മസാലകളൊന്നും അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കാം.
ഇതിലേക്ക് ഇനി ഒരു വലിയ ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കണം. ടൊമാറ്റോ ഒന്ന് നന്നായി ഉടഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വെക്കാം കുറച്ച് നേരം, ഏറ്റവും ലോ ഫ്ലെയിമിൽ. അപ്പോൾ ടൊമാറ്റോ വേഗം ഒന്ന് സോഫ്റ്റായി കിട്ടും. എന്നിട്ട് തുറന്നിട്ട് നമുക്കിതൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായി ഉടഞ്ഞ് ഇതിലേക്ക് ചേർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കാം. 3.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml കപ്പാണ് കേട്ടോ. അപ്പോൾ 3.5 കപ്പ് വെള്ളം കൂടി പോകണ്ട, കാരണം പിന്നെ അത് കുറുക്കി എടുക്കാൻ ഇത്തിരി പാടുപെടും. ഇപ്പോൾ കാണുമ്പോൾ നല്ല ലൂസായിരിക്കും ഇതിൻ്റെ കറി. നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ ഒന്ന് സമയം കൊടുക്കണം. അതിനുശേഷം ഉപ്പ് പാകത്തിനിടാം. ഉപ്പ് കൂടി പോകരുത് കേട്ടോ, സൂക്ഷിച്ച് വേണ്ടിയിട്ട്. ആദ്യം കുറച്ച് കുറവായാലും കുഴപ്പമില്ല, പിന്നീട് കൂട്ടാം. അപ്പോൾ ഈ കറി ഇതുപോലെ വളരെ ലൂസായിരിക്കും. ഇതൊന്ന് കട്ടി വെപ്പിക്കണം. അതിനെന്താ ചെയ്യുക, 1-2 ടീസ്പൂൺ മൈദ, പ്ലെയിൻ ഫ്ലവർ ഒരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം 1 ടീസ്പൂൺ ചേർത്താൽ മതി. എന്നിട്ടൊന്ന് തിളച്ചത് അതിൻ്റെ കട്ടി പോരാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും കൂടി ചേർക്കാം. അപ്പോൾ ആ വെള്ളം പോലത്തെ ആ ടെക്സ്ചർ മാറി ചെറിയൊരു കട്ടി വെക്കണം. ഇങ്ങനെ ചെയ്താലേ നമ്മുടെ കറി നന്നാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, ഈ കറി കുറുകാൻ വേണ്ടി കൂടുതൽ മല്ലിപ്പൊടി ഇടണം. പക്ഷെ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് സ്ട്രോങ് ആയി പോകും. ഇത് നന്നായി തിളച്ച് ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും ചാറ് പാടുള്ളൂ കറിക്ക്. ഒരുപാട് വെള്ളം കൂടി പോകരുത്. ഇതിനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒരു 1 മിനിറ്റോളം നന്നായിട്ട് തിളയ്ക്കണം. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം. എന്നിട്ട് പാകത്തിന്, അപ്പോൾ നമ്മൾ ടൊമാറ്റോ ആണ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി പുളി ആവശ്യമുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ വാളംപുളിയുടെ വെള്ളം, നേരത്തെ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുത്തതാണ്. ടൊമാറ്റോയുടെ പുളി നോക്കിയിട്ട് വേണം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ. കൂടുതൽ ആയി പോകരുത്. ഒന്നും കൂടി അത് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉപ്പ് ഒന്നും കൂടി നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ ഒന്നല്ലെങ്കിൽ തടത്തുണി വെച്ചിട്ട് ഒന്ന് ആ മീൻ ചട്ടി ഒന്ന് ചുറ്റിക്കെടുത്താൽ മതി. ഒരുപാട് ഇളക്കരുത്, ആ മീൻ കഷ്ണങ്ങൾ ഉടയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, ഒന്ന് കുക്കായി ഇതുപോലെ ആയിട്ടുണ്ട് കറി. ഏറ്റവും അവസാനം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില, ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഒരു 1/4 കപ്പ് ചോപ്പ് ചെയ്ത് ഇതിൽ ചേർക്കുന്നുണ്ട്. അതും അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കറിയുടെ പ്രത്യേകത ആ മല്ലിയിലയൊക്കെയാണ്. എന്നിട്ട് കറി ഒന്ന് തളിക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. പിന്നെ 1 ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് 3-4 കഷ്ണമായിട്ട്. അതും കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് കറിയുടെ മുകളിൽ ഒഴിക്കാം. ഇനി ആ കറി മൂടി വയ്ക്കാം. പിന്നെ ചോറ് കഴിക്കാൻ നേരത്തെ എടുത്താൽ മതി. മൂടി വെച്ച് ഇതുപോലെ മിക്സ് ചെയ്യാണ്ട് മൂടി വയ്ക്കാം. വിളമ്പാൻ നേരത്തെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ നല്ല ടേസ്റ്റുള്ള കോഴിക്കോടൻ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ കറി ഒന്നും വെയിറ്റ് ചെയ്യാണ്ട് പറ്റില്ല.
ഇതൊന്ന് ഇരുന്ന് അതിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചതിന് ശേഷം ആ ഫിഷ് ഫ്രൈ എന്നൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഈ കറിയിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഒന്നും കൂടി കട്ടിയായി വരും. എന്നിട്ടേ സെർവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ചോറിന് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ മീൻ കറി വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. ഇതുണ്ടാക്കിയാൽ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഷാന.